ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ ഗെയിം പ്ലേ വീഡിയോ ഓഫ് MC Pun. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് ആയിട്ടാണ്. മൈൻക്രാഫ്റ്റിൻ്റെ ഒരു ഗംഭീരമായ വീഡിയോ ആണ് ഇന്ന്. കാരണം നമ്മൾ ഇന്ന് കുറച്ചധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മളെ ബേസിൽ. ഇതാണ് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റത്തെ വ്യത്യാസം എന്ന് വെച്ചാൽ ഇതിൻ്റെ റൂഫൊക്കെ കുറേ പറ്റുന്നിടത്തോളം ശരിയാക്കിയിട്ടുണ്ട്. അത്ര ആവുന്നില്ല. ഞാൻ കുറച്ച് താഴോട്ടേക്ക് പോയി കാണിച്ചു തരാം. ഇപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇതായിട്ടില്ലേ ഇട്ടുണ്ടെന്ന് വിഷമാവും അവിടെ. ഹീറോ ബ്രെയിൻ മുറിച്ചത് ഞാനല്ല, ഇപ്പോൾ പറഞ്ഞേക്കാം. ഞാൻ ഓഫ് ക്യാമറ കുറേ കാർഡും പടലൊക്കെ ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഫൈറ്റിംഗ് സ്കിൽസ് ഒക്കെ ഫൈറ്റർ കണ്ണാപ്പി കിട്ടില്ല ഡീനോടെ. ഓക്കെ, നമ്മളാണ്ട് ഇവിടെ അത്യാവശ്യം നമ്മൾ പുല്ലും കാടൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. കാട് പിടിച്ചിട്ട് കേട്ടുവശയാക്കിയിട്ടുണ്ട് ഈ സ്ഥലം ഫുള്ള്. പിന്നെ നമ്മൾ ഇവിടെ ചിമ്മിണി പിടിപ്പിച്ചോടെ, ചിമ്മിണി നമുക്ക് ബ്രെഡൊക്കെ കുറേ അപ്പുറത്തെ വീട്ടിൽ നിന്ന് മുട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു മരം, ആർട്ടിഫിഷ്യൽ മരമല്ല, നമ്മൾ നട്ടുപിടിപ്പിച്ചാണ്. ഒരു മരം കൂടി വെച്ചിട്ടുണ്ട്, അപ്പം ശുഭമായിട്ടുണ്ട്. പിന്നെ മുമ്പിലത്തെ ഫ്രെയിം തമ്മിലിത് തന്നെ. അയ്യോ, സോറി, ഞാൻ തമിഴിൽ നിന്നും പറഞ്ഞ സ്ക്രീൻഷോട്ട് എടുത്തി ഞാൻ ഇപ്പം അറിയാതെ. അപ്പം നമ്മൾ ഇന്നത്തെ വർക്ക് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഉൾഭാഗം കണ്ടോ, ഉള്ളിൽ അത്യാവശ്യം നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. ഉള്ളിൽ ഫുള്ള് പ്ലെയിനാണ്. അതൊന്ന് സെറ്റാക്കണം. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയെങ്കിലും കൊണ്ട് വെക്കണം. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഈ ഒരു ഡിസൈൻ മാത്രം ചെയ്തിട്ടുണ്ട്. എന്തും നമുക്ക് ചെയ്യണം തോന്നുന്നു. പിന്നെ ഇവിടെ നമ്മൾ ഒരു ബാൽക്കണി പോലെ സെറ്റാക്കിയിട്ടുണ്ട്. വേറൊന്നും നമ്മൾ ചെയ്യിച്ചില്ലേ, ഇത് നമ്മൾ പുറത്തേക്ക് കാണുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ഇത് ഇവിടെ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു പാത്ത് താഴേക്ക് കൊണ്ടുപോകണം. ഓക്കെ, അതിനുവേണ്ടി നമുക്കൊരു ഷവൽ വേണം. ഷവൽ തൽക്കാലം നമുക്ക് സ്റ്റോണിൻ്റെ മതി. അയണൊന്നും ഇപ്പം ഉണ്ടാക്കുന്നില്ല. നമുക്കിത് പാത്ത് താഴം വരെ കൊണ്ടുപോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ആ വഴി നമ്മൾ ഇവിടം വരെ എത്തിച്ചിട്ടുണ്ട്. ഇതാണ് കയറിപ്പോകുന്നത്. കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് ഇങ്ങനെയാണ് അപ്പം നമ്മൾ വഴി സെറ്റാക്കിയിരിക്കുന്നത്. വേറൊന്നുമില്ല. അതിൻ്റെ സൈഡിലൊക്കെ കുറച്ച് സ്ലാബൊക്കെ ഒന്ന് പിടിപ്പിക്കണം. ഓക്കെ, എല്ലാവരും കാണുന്നടാ. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു ടെറാഫാമിംഗ് ഒക്കെ ചെറുതായിട്ടൊന്നും ചെയ്യണം. കാരണം മോസൊക്കെ ഉണ്ട്. മോസിനെ കൊണ്ടൊക്കെ ടെറാഫാമിംഗ് ചെയ്താൽ കിടിലായിരിക്കും. ഒരു പ്രാവശ്യം ഞാൻ കാണിച്ചു തരാം. മോസ് പിന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു സ്റ്റേഷനും കൂടി ഇന്ന് ഉണ്ടാക്കണം. അതായത് നമുക്ക് ഒരു അത്യാവശ്യം താഴേക്ക് പോയിട്ടാകുമ്പം കുറച്ച് മോസും കൂടി ഇന്ന് ഫാം ചെയ്യണം. അതിനു വേണ്ടിയിട്ട് നമുക്കൊരു സ്ഥലം ഞാൻ കണ്ട് വെച്ചിട്ടുണ്ട്. അത് എവിടെയാണെന്ന് വെച്ചാൽ ഈ സൈഡിലായിട്ടാണ്. അതാണ് നമ്മൾ ഇന്നത്തെ ഗോള്. ഓക്കെ, ഫസ്റ്റ് ആ പരിപാടി ചെയ്തിട്ട് നമുക്ക് തുടങ്ങാം. അതിനു വേണ്ടിയിട്ട് ഒരു സ്റ്റെയർ എടുത്തിട്ടാകുമ്പം 1 2 3 4 അയ്യോ ഏതാണ്ട് ഇങ്ങനെ ഒരു ശവപ്പെട്ടി പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടാകുമ്പോൾ നമുക്ക് 2 ബ്ലോക്ക് വീതം താഴേക്ക് അങ്ങ് ഒഴിച്ചു പോവാം. എന്നാലും നമ്മൾ ഈ സ്റ്റോണിൻ്റെ ലെവലെത്തുമ്പോൾ നമുക്ക് ഒരു 2 ബ്ലോക്കും കൂടി, അതായത് സ്റ്റോണിലേക്ക് 2
അല്ല സോറി, ഒരു 3 ബ്ലോക്കും കൂടി കുഴിച്ചു കൊടുക്കണം. അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ ഡേർട്ട് ഒരു ബ്ലോക്കും കൂടി ഇങ്ങനെ താഴ്ന്നു നിൽക്കില്ല, അത് നമുക്ക് പാടില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ മൈനിങ് ഏരിയ അല്ല, ഇത് നമ്മളെ മോസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലമാണ്. ഇത് ഞാൻ ഇപ്പം കുറച്ച് ഇത്രയും മോസൊക്കെ ഒപ്പിച്ചത് കുറച്ച് ദൂരത്തു നിന്നാണ്. അത് നമ്മളിപ്പം മണ്ണിട്ട് മൂടിയിട്ടുണ്ട്. അപ്പം നമ്മൾ മോസൊക്കെ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഞാൻ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ ഒരു മോസ് ഇവിടെ വെക്കുക, ബോൺവീൽ എടുക്കുക. കണ്ടോ? പിന്നെ ഞാൻ പറയാൻ മറന്നുപോയി, ഈ സ്റ്റെപ്പിൻ്റെ കുറച്ച് ദൂരത്തു നിന്ന് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ സ്റ്റെപ്പിലും കൂടി ഇത് പിടിക്കും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. പക്ഷെ ഞാനത് ശ്രദ്ധിക്കാൻ മറന്നുപോയി. ഇത് നമുക്ക് കുറച്ചുകൂടി മുമ്പോട്ടുനിന്ന് ചെയ്യണം, അല്ലെങ്കിൽ പണി വാളും. അതിനു മുമ്പ് ഞാനൊരു 10 ടോർച്ച് എടുത്തിട്ട് വരട്ടെ. അപ്പോൾ നമ്മൾ കുറച്ച് ടോർച്ച് എടുത്തിട്ടുണ്ട്. അത് എടുത്തിട്ടാകുമ്പോൾ നമുക്ക് കണ്ട് ഇവിടെ പ്ലേസ് ചെയ്യാം. ഓക്കെ, ഒരു 3 ബ്ലോക്കും കൂടി മുമ്പിലേക്ക് പോവാം. എന്നിട്ടാകുമ്പോൾ നമുക്ക് നമ്മളെ മോസ് പ്ലേസ് ചെയ്തിട്ട് നമുക്കൊരു 3 സ്റ്റാക്ക് മോസും കൂടി കളക്ട് ചെയ്ത് വെക്കാം. ഇതെന്തിന്? കോപ്പർ. ഓക്കെ, 3 സ്റ്റാക്ക് മോസൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ, നമുക്ക് പുതിയതായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന വീട്ടിലൊക്കെ നമുക്ക് മോസി കോബിൾ സ്റ്റോണിൻ്റെ ആവശ്യം വരും. അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത് ഇങ്ങനെ പോവാ, കളക്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മളെ വേറൊരു ഇതിനെക്കൊണ്ടുള്ള ഗുണം എന്തെന്ന് വെച്ചാൽ, പണ്ട് ഇങ്ങനെ എക്സ്പോസ് ആയിട്ട് ഇത് ഞാനിപ്പം ബോൺവീൽ ചെയ്തു. പക്ഷെ അതാണ്ട് ഓറുകളൊന്നും ഇതിനെ കൊണ്ട് ബോൺവീലാവില്ല. ബോൺവീൽ എന്ന് പറയുന്നത് മോസ് ആവില്ല, മോസ് ബ്ലോക്ക് ആവില്ല. നമ്മളിതിങ്ങനെ വെക്കുക, ബോൺവീൽ ചെയ്താതാണ്ടേ ഓറ് മാത്രം ഹൈലൈറ്റ് ചെയ്ത് വെക്കും. അതങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട് ഇതിന്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഒരു 3 സ്റ്റാക്കിന് മുകളിൽ കളക്ട് ചെയ്തിട്ട് വരാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഏകദേശം 3 സ്റ്റാക്കിന് അടുപ്പിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട് മോസ് ബ്ലോക്ക്. അപ്പം നമുക്കിനി മുകളിലേക്ക് കയറണം. ഇതിന് വേണ്ടി കുറച്ച് കഷ്ടപ്പാടുണ്ട്, എന്നാലും കയറാം. കാരണം എന്താണ്ട് ഇത്രയും മണ്ടക്കാണ് ഇത്രയും താഴോട്ടം നമ്മൾ കുഴിച്ചു വന്നു. പിടിച്ചല്ല, മോസ് ബ്ലോക്ക് ഇങ്ങനെ വളർന്ന് പോകുമ്പോൾ താഴേക്ക് പോവില്ല, അങ്ങനെ വന്നതാണ്. ഒറ്റോട്ടം വീട്ടിലേക്ക്. അയ്യോ, ഫുഡില്ല. അയ്യോ, ഓടാൻ പറ്റൂല. നമുക്ക് ജെറ്റ് വിട്ട് ഏതാ വീട്ടിലേക്ക് എത്തില്ല. ഇന്നമേ ഞാനല്ലോ ഇത് എന്താ ചെയ്യാനാ പറ. നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം രാവിലെ ആവാൻ. ദൈവമേ. ഓക്കെ, നമ്മൾ രാവിലെ ആയിട്ടുണ്ട്. എന്തോ അയ്യോ എന്താണ് അല്ല, പിന്നെ നമ്മളോടെ അവൻ്റെ കളി. ഷോട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടിയൊക്കെ ഏകദേശം കഴിയാനായിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇന്നത്തെ പരിപാടിയൊന്നും കഴിയാനായിട്ടില്ല, അതാ പ്രശ്നം. ഇനി നമുക്ക് ചെയ്യേണ്ടത് അയൺ ഫാം ഉണ്ടാക്കണം. പക്ഷെ അത് കുറച്ച് ദൂരെ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വേഗം കഴിയുന്നൊരു പണി എന്തുവാ ഇല്ലതിനി. ഒരു വീറ്റ് ഫാം ഉണ്ടാക്കിയാലോ? വീറ്റ് ഫാം നമുക്കൊരു അയൺ ഫാം തന്നെ നമുക്കുണ്ടാ പേടി.
ഉമ്മക്കുണ്ടാ പേടി? ചെറിയ പേടിയുണ്ട്. വെഡ്രോക്കാണമ്മേ. ഓക്കെ, അയൺ ഫാമും കൂടി നമുക്കിന്ന് ഉണ്ടാക്കാം. പക്ഷെ എനിക്ക് പേടിയാവണം, ഇച്ചിരി പേടിയുണ്ട്. അയ്യോ, അയ്യൻകോളത്തിൻ്റെ വില്ലേജർമാരാണ് എൻ്റെ മോനെ. അയ്യോ അയ്യോ അയ്യോ, പേടിയാവണേ. നമുക്കതിന് വേണ്ടിയിട്ട് കുറച്ചധികം വെയിറ്റ് വേണ്ടി വരുമല്ലോ. അയ്യോ, നമ്മൾക്ക് 52 ബ്രെഡ് അതിനെ കൊണ്ട് എന്ത്? അവിടെ കുറച്ചെണ്ണം ഞാൻ അന്ന് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ആടെ എടുക്കാതെ വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ചധികം ഹേബേൽ. നമുക്ക് ഈ ഇല്ല ഹേബേലൊക്കെ വിറ്റ് പറക്കി ഉണ്ടാക്കണം. കൊണ്ട് എത്രയാവും? 40 എണ്ണം ഉണ്ട്. എനക്കൊന്നും തിന്നാൻ കിട്ടിച്ചാൽ കുഴപ്പമില്ല. നമുക്കൊരു വില്ലേജർ ഇച്ചിരി മെനയാണ് 4. പക്ഷെ അതിനു മുമ്പ് എനിക്ക് ഇച്ചിരി പണിയുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഇത് ആക്കണമെങ്കിൽ പറഞ്ഞ പോലെ വൂള് വേണ്ടേ? അത് ശരിയാണല്ലോ, വൂള് ദൈവമേ. പണി ഇടയ്ക്ക് പണി. എവിടെ ഷിയർ എവിടെ? എൻ്റെ കണ്ണ് കാണാത്തയാണോ അല്ലെങ്കിൽ ഇതിലില്ലെന്ന് തോന്നണ. പണിവാളി. അതാണ്ട് ഇവിടെ ഷിയറുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇതിനെ കൊണ്ട് പറ്റുന്നത്ര വൂള് നമുക്ക് എടുക്കാം. എന്നിട്ടാണ് നമുക്ക് വില്ലേജിൽ നിന്നൊക്കെ ബെഡ് പൊട്ടിച്ചത്. ഞാൻ ഒരുത്തന്നെ ഷിയർ ചെയ്തതാണ്ട് ഇവനെ ഷിയർ ഓക്കെ ഷിയർ ചെയ്ത്. അന്നേരം ഇവൻ എനിക്ക് തന്ന വൂള് നോക്കണം. ഒറ്റ ഒന്നടാ, ഒരേ ഒരു വൂള്. ഇപ്പം ഒരു വൂള് കാശുണ്ട്. ഓക്കെ, അത്യാവശ്യം ഷീപ്പ് ഉണ്ടല്ലോ. ഫസ്റ്റത്തെ വൂളെല്ലാം ഒന്നേ തരും, ഇവനും കൂടെ ഒന്ന് തരുമേ. ആകെ നമുക്ക് അത്യാവശ്യം വൂള് വേണ്ടി വരും. 20 എന്തോ വേണം. അല്ല 20 5 20 ഏകദേശം 20. തീർത്ത് കളഞ്ഞല്ലടാ. ഒരു മിനിറ്റ് നീ. എനിക്കൊരു പെറ്റിനെ വേണം. എനിക്കൊരു പെറ്റിനെ വേണം. ഇത് എൻ്റെ അടുക്ക രണ്ട് ഇതുണ്ട്, ബോണുണ്ട്. അതിലവൻ ടൈം ആയിക്കൊള്ളണം. അതിലവൻ ടൈം ആയില്ലെങ്കിലാണ് 2 ബോൺ. ഫുഡ് കഴിയടാ. ഫുഡ് 2 ബോണ്. മോനെ ഇവിടെ വേണം. എവിടെവൻ ഡാ മുത്ത ഡാ. എടാ വാടാ. എടാ ബാക്കിയുള്ള ഷീപ്പിനെ കൂടി അവൻ കൊന്നു. അയ്യോ, ഒരുത്തൻ. ശരി. അതാണ്ട് ഇപ്പം എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഒരുത്തൻ സ്പോണായി. മിക്കവാറും ഒരു സ്റ്റാക്കെങ്കിലും വേണ്ടി വരും. എവിടെ ജു ഇടയ്ക്കില്ലേ കുഴപ്പമില്ല. കളർ കുഴപ്പമില്ല ഒന്നല്ലേ? കളർ സീനില്ല. ഓക്കെ, അപ്പം നമുക്ക് വേണ്ട സാമഗ്രികളൊക്കെ എടുത്തിട്ടാകുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം, അതാണ് നല്ലത്. ഓക്കെ, അപ്പം നമ്മൾ ഇതിനൊക്കെയുള്ള സാമഗ്രി സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്താണ് ഇതിലാണ് ഉള്ളത്. ഞാൻ കുറേ കഷ്ടപ്പെട്ടതുകൊണ്ട് ഈ ഷിയേഴ്സ് പൊട്ടി അങ്ങനെ 3 എണ്ണം കാറ്റും ഉണ്ടാക്കി. ഇതാണ്ട് ഇത്രയും എടുത്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ പണിയുണ്ടായത് ഏതെടുക്കാനാണെന്ന് വെച്ചാൽ ഗസേ മറ്റൊന്നുമല്ല, അവിടെ ബ്രെഡ് തന്നെയാണ്. ബ്രെഡ്
എൻ്റെ മോൻ ഇതെത്ര ഉണ്ടാക്കി. ഞാനില്ലേ ആ ഫാം ലാൻഡിലെ അവിടെ വേറെ എക്സ്ട്രാ ഉണ്ടാക്കിയിട്ടാണ് നമുക്ക് ഇത്രയും കിട്ടിയത്. അപ്പോൾ നമ്മൾ ഫാം ഉണ്ടാക്കാൻ തുടങ്ങും. അതിന് വേണ്ടിയിട്ട് 5x5x8 ഹോൾ ഡീപ്പ് വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ 1 2 3 4 5 എന്നിട്ടാകുമ്പോൾ 1 2 3 4 5. ഓക്കെ, 5ആയി. 1 2 3 4 5. ഇതിപ്പം കറക്റ്റ് ആവേണ്ടതാണ്. ഇങ്ങനെയാണോ അല്ലെങ്കിൽ ഒന്നുകൂടി എനിക്കറിയില്ല. ഇനി താഴേക്ക് 8 ഡീപ്പ്. 1 2 3 4 5 6 8. ഇനി ഇതിൻ്റെ ഉള്ളിലെ ഫുള്ള് ബ്ലോക്കും കുഴിച്ചെടുക്കണം. അത് ഓക്കെ. അപ്പം നമ്മൾ ഏതാണ്ട് 20 ബെഡും കൂടി എടുത്തിട്ടുണ്ട്. എനക്കെന്തായാലും ഉറപ്പുണ്ട്. കാരണം എന്താണ്ട് ഇവിടെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് എന്തായാലും നടക്കുന്നില്ല, എനിക്കൊരു ഉറപ്പുണ്ട്. കാരണം റീസ്പോൺ സെറ്റ് ചെയ്തടാ. ഒരു പ്രശ്നമായി. ഒരു ചെറിയൊരു പ്രശ്നം. അടിപൊളി. ഒന്നും റെക്കോർഡാക്കിയില്ല. എന്നെപ്പോലത്തെ ഗതികെട്ടവനെ എന്നെപ്പോലത്തെ ഒരു ഗതികെട്ടവൻ ഈ ലോകത്തുണ്ടാവില്ല. കാരണം ഞാൻ ഈ വില്ലേജറിനെ കൊണ്ടുവരുന്നൊക്കെ ഞാൻ എടുത്തായിരുന്നു. ഏകദേശം ഇപ്പോൾ ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂറിന് മുകളിലൊരു വീഡിയോ ഉണ്ടാവുന്നു. എൻ്റെ 3 ദിവസത്തെ കഷ്ടപ്പാടാ. എല്ലാം ഹുദാഹവ ആയിപ്പോയുടെ. ഇത് ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതാണ്. സങ്കടമാവണം എനിക്ക്. ആദ്യം നമുക്ക് മാരെ കൊന്നിട്ട് കിട്ടുന്ന ഇത് ലൂട്ടൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊരു ചെസ്റ്റ് വേണം. അത് നമുക്ക് നാട്ടിൽ ഇവിടെ വെക്കാം. എനിക്ക് ഇപ്പോൾ ഫുള്ള് ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ്. ദേഷ്യം പിടിച്ച് നിൽക്കുക. കഷ്ടപ്പെട്ടുണ്ടാക്കിയതിനോടാ. എവിടെ സിസ്റ്റം അപ്പുറത്താണല്ലോ. കാരണം ഇവിടെയാണ് നമ്മുടെ ചെസ്റ്റ് ഉള്ളത്. ഐ തിങ്ക് അതൊരു ബ്ലോക്കും കൂടി താഴെ വരണമായിരുന്നു. ഇവന്മാരൊക്കെ ഒന്ന് മാറിത്തുന്നു. എനിക്ക് ഈ പൂച്ചേനെ കൊല്ലാൻ ഇഷ്ടമായിട്ടൊന്നല്ല. എന്നാലും പറ്റിപ്പോവും. എനിക്ക് പറയാൻ പറ്റും. ഫുൾ ആംഗിളൊക്കെ തെറ്റിയിട്ടുള്ളത്. ഒരു മിനിറ്റ്, ഞാൻ ഇതൊന്ന് ശരിയാക്കട്ടെ, അല്ലെങ്കിൽ അടുത്ത അരട്ടിപ്പണിയാവും. കൂട്ടുകാരെ, അപ്പം നമുക്കൊരു സങ്കടകരമായ വാർത്തയും സന്തോഷകരമായ ഒരു വാർത്തയും പറയാനുണ്ട്. നമ്മൾ ഈ സാധനം വർക്ക് ചെയ്യുന്നില്ല. അതെന്നാ പ്രശ്നം എന്നറിയില്ല. ഇത് ചെറിയ ബഗ്സൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്ന് ഫിക്സ് ചെയ്തിട്ടാകുമ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇതൊക്കെ വർക്ക് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ. അപ്പം ഞാൻ പോകുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി പറയാം. ഇത് അഥവാ ശരിയായെങ്കിൽ അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ ഡ്രോപ്പ് ഞാൻ കാണിക്കാം. 1 മണിക്കൂർ നിന്നിട്ടില്ല. ഓക്കെ, അപ്പം ബൈ, സീ യു.